വിശേഷം? എല്ലാവരും സുഖം തന്നെ വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്ത റെസിപ്പി ആയിട്ടാണ്. അതായത് സിമ്പിൾ ആയിട്ടുള്ള സമോസ. ഇത് പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ പൊട്ടറ്റോന്റെ കൂട്ടത്തിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇനിയും പലതരം സമോസാസ് ഉണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നതും ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതുപോലെ തന്നെ ഇന്നലെ ഇട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ വീഡിയോയിൽ ഒരുപാട് പേര് ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വിപ്പിംഗ് ക്രീം മിക്സിയിൽ വിപ്പ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം നമ്മളെ മിക്സിയുടെ ആ ജാറ് കുറെ നേരം ഫ്രീസറിൽ വെച്ചിട്ട് ആ ഫ്രീസ് ചെയ്ത ജാറിലാണ് ഈ സംഭവം ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ചോക്കടിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ എന്തായാലും ചെയ്യില്ല. അപ്പോൾ പല വീഡിയോസും പലരും കാണിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് ഇത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ സ്വന്തം റിസ്കിൽ ചെയ്താൽ മതി. ഒരിക്കലും വീണ ചേച്ചി അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഈസി പീസി ആയിട്ടുള്ള പൊട്ടറ്റോ സമോസ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സമോസ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് സമോസ ഷീറ്റും ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം. ആ ബൗളിലോട്ട് ഗ്ലാസ് മുഴുവനും ഇല്ല കേട്ടോ, അര ഗ്ലാസ്സിൽ കുറച്ച് കുറവ് വെള്ളമുണ്ട്, അതങ്ങ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ ഓയിൽ. അത് നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അര ഗ്ലാസ് മൈദ, അതുപോലെ തന്നെ അര ഗ്ലാസ് ഗോതമ്പ് പൊടി. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. സാധാരണ രീതിയിൽ മൈദ വെച്ച് മാത്രമാണ് ചെയ്യുക ചിലവർ. പക്ഷേ ഇത് രണ്ടും വെച്ച് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നന്നായി തോന്നിയിട്ടുള്ളത്. നമുക്ക് പരത്താനൊക്കെ എളുപ്പം മൈദയും ആട്ടയും കൂടി വെച്ച് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആട്ട മാത്രം വെച്ച് ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷേ ഇതാണ് ഒരു കുറച്ചും കൂടെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. 1 ഗ്ലാസ് ആട്ടി എടുക്കുന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് മൈദ, അല്ലെങ്കിൽ അര ഗ്ലാസ് ആണെങ്കിൽ അര ഗ്ലാസ്, അതുപോലെ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആദ്യം ഞാൻ ആട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. വെള്ളം കൂടുതലാണെങ്കിൽ കുറച്ച് മറ്റേ ആട്ടയും മൈദയും ഈക്വൽ എമൗണ്ടിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. ആട്ട ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് മൈദ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇതിൽ ആട്ടയും മൈദയും കൂടെ ആദ്യം തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കണം. വെള്ളം കുറവാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. പക്ഷേ ആദ്യം തന്നെ വെള്ളം കോരി ഒഴിക്കണ്ട. കാരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അളവങ്ങ് കൂടിപ്പോകും. ആദ്യം നന്ന് ഞാൻ കുഴച്ച് നോക്കട്ടെ. വെള്ളം കുറവാണെങ്കിൽ മാത്രം നമുക്ക് എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നന്നായി അങ്ങ് കുഴച്ചെടുക്കണം. അതിന് ശേഷം 20 മിനിറ്റ് നമുക്കിത് അടച്ച് വെക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ കേട്ടോ. നമ്മുടെ മാവ് ഇതാ നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം കുഴച്ച് കണ്ടോ. ഇത്രയും സോഫ്റ്റാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ മാവ്. ഒട്ടും വെള്ളം കൂടാനും പാടില്ല, കുറയാനും പാടില്ല. ഇത് നമുക്ക് 20 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോഴേക്കിന് ഇതിലേക്കുള്ള ഫില്ലിങ് നമുക്ക് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടി ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടറ്റോ റെഡിയാക്കി വെക്കണം. ഞാനിവിടെ 3 മീഡിയം പൊട്ടറ്റോണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു പൊട്ടറ്റോ നന്നായി വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് പകുതിയായിട്ട് മുറിച്ചു. ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കറിൽ അല്പം ഉപ്പും ചേർത്ത് അങ്ങ് വേവിച്ചെടുത്തു. വെന്തതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ അങ്ങ് ഉടച്ചു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ആണത്. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസമൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ജോലികൾ എളുപ്പമായി കിട്ടും. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെല്ലാം വഴറ്റാൻ തുടങ്ങണം. അതിന് വേണ്ടി ഒരു അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ 1.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാവട്ടെ കേട്ടോ. എണ്ണ ചെറുതായി ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് തീ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിലോട്ട് 1 മീഡിയം സവാള നൈസാക്കി കട്ട് ചെയ്തത് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ ഇഞ്ചിയാണ്. നമ്മളിതിൽ വെളുത്തുള്ളി ചേർക്കാറില്ല. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മൾ എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഞാൻ സാധാരണ രീതിയിൽ സമോസ ഫില്ലിങ് ചെയ്യുമ്പോൾ മുളക് പൊടി ഉപയോഗിക്കാറില്ല. ഒരു അല്പം മാത്രം കുരുമുളക് പൊടി കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കും. അത് നിർബന്ധമൊന്നുമില്ല. പച്ചമുളകാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അതേപോലെ തന്നെ ഒരല്പം ഉപ്പ് ഒരുപാട് അങ്ങ് കൂടാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പില, ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കുക. ഇത് ഒരുപാട് അങ്ങ് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ചെറുതായിട്ട് അത് വാടിയാൽ മാത്രം മതി ഈ നമ്മുടെ സവാള. അപ്പോൾ ഒന്ന് വാടട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇനി തീ കുറയ്ക്കണം കേട്ടോ. മീഡിയത്തിൽ നിന്ന് ലോ ഫ്ലെയിമിലോട്ട് തീ മാറ്റുക. അതിനുശേഷം അതിലോട്ട് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും നമുക്കിത് റെഡിയാക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇതെല്ലാം ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അല്പം മാത്രം മതി, ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ ഗരം മസാലയും ഞാൻ ഒരു അല്പം മാത്രം ഇടുന്നുള്ളൂ. എനിക്ക് ഇതിൽ ഗരം മസാലയുടെ സ്മെൽ അത്ര ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാൻ ഒരു 1/4 ടീസ്പൂണേക്കാളും കുറവ് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല, ഇത്ര മാത്രം മതി. ഇനി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം അതിലോട്ട് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. ഓക്കെ,
പൊട്ടറ്റോ ചേർക്കാം. നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ചെറിയ അളവിലാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പം എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഉപ്പ് നോക്കിയതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഡ്രൈ ആക്കണം കേട്ടോ. ഇതിലൊട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ഇട്ട് നന്നായിട്ട് നമുക്കിത് വറ്റിച്ചെടുക്കണം. മാത്രമല്ല ഇതിൽ മസാലയൊക്കെ നന്നായി പിടിക്കട്ടെ ഈ പൊട്ടറ്റോയിൽ. അപ്പോൾ ഇച്ചിരി ഒരു 5 മിനിറ്റോളം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഇതങ്ങ് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ, അതായത് ഉപ്പുരസം ഒന്ന് നോക്കട്ടെ. കറക്റ്റ് ഉപ്പാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയില വളരെ നൈസാക്കി അരിഞ്ഞിടാം. പക്ഷേ ഞാനിതിൽ മല്ലിയില ഇടുന്നില്ല. എനിക്ക് നാടൻ ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ കറിവേപ്പില ഇട്ടിരിക്കുന്നത്. അപ്പോൾ മല്ലിയില വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മല്ലിയില ഇട്ട് കൊടുത്തിട്ട് അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിന് ശേഷം വേണം നമുക്ക് ഉപയോഗിക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് എടുത്ത് ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ സമോസ ഷീറ്റ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. മാവ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉരുളകളാക്കി അങ്ങ് ഉരുട്ടിയിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 12 ഉരുളകൾ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നിന്ന് ഒരു ഉരുള നമുക്ക് എടുക്കാം, ബാക്കി അടച്ചു വെക്കണം. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉരുട്ടിയിരിക്കുന്ന ഉരുള നമുക്ക് ഒന്നില്ലെങ്കിൽ മൈദയുടെ പൊടി അല്ലെങ്കിൽ ആട്ടയുടെ പൊടിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഗോതമ്പ് പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ, അതായത് ആട്ട. എന്നിട്ട് നമുക്ക് അങ്ങ് പരത്തി കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഷീറ്റ് തയ്യാറാക്കുന്നത് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഞാൻ നീളത്തിലാണ് പരത്താൻ പോകുന്നത്. അപ്പോൾ നീളത്തിൽ പരത്താന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ് അല്ലേ. വട്ടത്തിൽ പരത്തുമ്പോഴാണ് നമുക്ക് വട്ടം ശരിയാവാതെ നീളമായി പോകുന്നത്. അപ്പോൾ നീളത്തിൽ പരത്താന്ന് പറയുമ്പോൾ പിന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉരുളേനെ നീളത്തിലങ്ങ് പരത്താം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റോളിംഗ് പിൻ ഉണ്ടല്ലോ, അതിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അഥവാ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടി അങ്ങ് പരട്ടി കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ പിടിക്കില്ല. എന്നിട്ട് നമുക്കിതങ്ങ് നീളത്തിലങ്ങ് പരത്താം. കുറച്ച് പൊടി ഒന്ന് തൂക്കി കൊടുക്കട്ടെ. സ്ലിപ്പറിയാണ് സംഭവം. മൈദ മാത്രമായി കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് അറിയോ, നമുക്കിതുപോലെ അങ്ങ് പരത്തിയെടുക്കാൻ പറ്റില്ല. നമ്മൾ അങ്ങോട്ട് പരത്തുമ്പോൾ നമ്മുടെ റബ്ബർ പോലെ അങ്ങ് തിരിച്ചു വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. മാത്രമല്ല ഞാൻ സമൂസ എപ്പോഴും ചെറുതാക്കിയാണ് ഉണ്ടാക്കാറുള്ളത്. അതായത് വീതിയുടെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഇതിനങ്ങ് ഇപ്പുറത്തേക്കും കൂടെ ആക്കി കൊടുക്കാം. നമുക്ക് കട്ട് ചെയ്തെടുക്കണം ദീർഘചതുരാകൃതിയിൽ, അതായത് നീളത്തിൽ കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇത് സമോസ ഷീറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ പഠിച്ചത് നമ്മുടെ ആദ്യമേ പഠിച്ചിരിക്കുന്നത് നമ്മുടെ vareva.com റെസിപ്പി നോക്കിയിട്ടാണ്. അതായത് വാഷഫിൻ്റെ റെസിപ്പിയാണ്. ഇത്രയും നീളത്തിൽ അങ്ങ് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ശരിക്കും ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മുറിച്ചെടുക്കണം, അതായത് ദീർഘചതുരാകൃതിയിൽ. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം വേണമെന്നുണ്ടെങ്കിൽ, അതായത് സ്കെയിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് മുറിക്കാം. അതല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, വെറുതെ ശരിക്കും നമുക്ക് മുറിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ മുറിക്കുക. എക്സസൈഡിൽ ഇത് നമ്മുടെ പാത്രത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്നിട്ട് ഈ ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും ഒരു ദീർഘചതുരാകൃതിയിലാവും നമുക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം പരത്തിയ ഷീറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ അടുത്ത ഉരുളി എടുക്കുക, അങ്ങ് പരത്തി കൊടുക്കുക. അപ്പോൾ ഞാൻ എക്സസൈസ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അത് നമുക്ക് അവസാനം മിക്സ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ഉരുളകളാക്കി നമുക്ക് വീണ്ടും ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് കളയണ്ട. അടുത്ത ഷീറ്റ് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരുപാട് തിന്നാക്കണമെന്നൊന്നുമില്ല കേട്ടോ. ഒരുപാട് തിക്കാവാൻ പാടില്ല, ഒരുപാട് തിന്നാവാൻ പാടില്ല. അതുപോലെയാണ് നമ്മളിത് പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മിനി സമോസയ്ക്കുള്ള ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. പൊട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ പൊടി തൂകാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ നമുക്ക് മാക്സിമം വീതിയിൽ അങ്ങ് പരത്തി കൊടുക്കാം. അത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സൈഡ് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ ജസ്റ്റ് ഹാഫ് മതി ഈ സമോസ ഷീറ്റിൻ്റെ വീതി കേട്ടോ. ഇത്രയും വീതിയിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മിനി സമോസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടം മിനി സമോസ. അപ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ എല്ലാ ഷീറ്റുകളും ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ദേ ഞാനിവിടെ ചെറുതും വലുതുമായിട്ട് 24 ഷീറ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു ദോശത്തവ എടുക്കാം. അതൊന്ന് ചൂടാവട്ടെ, നന്നായി ചൂടാവണം കേട്ടോ. അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ തവ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ സമോസ ഷീറ്റ് വെച്ച് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് 10 സെക്കൻഡ് മാത്രം മതി ഒരു സൈഡ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അതായത് 1 മുതൽ 10 വരെ എണ്ണുന്ന അത്ര സമയം മാത്രം മതി ഒരു സൈഡ് തിരിച്ചിടുക. കാരണം ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചപ്പാത്തിയൊക്കെ ചെയ്യണ പോലെ ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മളിത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഈ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര മാത്രം മതി. ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഷീറ്റുകളും ഇതുപോലെ അങ്ങ് 10 സെക്കൻഡ് വീതം അങ്ങ് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡിൽ 10 സെക്കൻഡ് കേട്ടോ. ഇതുപോലെ മൊത്തത്തിൽ ഷീറ്റുകൾ ഞാൻ റെഡിയാക്കി വെക്കട്ടെ. അതിനുശേഷം നമുക്ക് നമ്മുടെ മസാല ഫില്ല് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ മൊത്തത്തിൽ ഷീറ്റ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക്
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫില്ലിങ്ങും തണുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ പൊട്ടറ്റോയിൽ വേണമെന്നുണ്ടെങ്കിൽ ഗ്രീൻ പീസ് ചേർക്കാം, അതുപോലെ തന്നെ ക്യാരറ്റ് ചേർക്കാം, ബീൻസ് ഒക്കെ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈസി ആയിട്ട് പൊട്ടറ്റോ മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സമോസ ഷീറ്റ് എടുക്കാം. അതിന് മുൻപായിട്ട് നമ്മൾ വേറൊരു കാര്യം റെഡിയാക്കി വെക്കണം. അതായത് കുറച്ച് മൈദയില്ലേ, കുറച്ച് മൈദ ഒരു ബൗളിൽ എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ലൂസാക്കിയിട്ട് എടുത്ത് വെക്കണം. അതെന്തിനാ, ഒരു പശ പോലെ ഉപയോഗിക്കാനാണ്. നമുക്കിതങ്ങ് അവസാനം ഒട്ടിച്ച് കൊടുക്കണം. ഇത് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മൈദ അല്ലാന്നുണ്ടെങ്കിൽ ആട്ട വെച്ചും ചെയ്യാം. പക്ഷേ മൈദയാണ് കുറച്ചും കൂടെ കൂടുതൽ പശയുള്ളത്. അതുകൊണ്ടാണ് മൈദ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി വെക്കുക. അതിനുശേഷം ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സമോസ ഷീറ്റ് ആദ്യം തന്നെ എടുക്കാം. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോണോട് കോൺ ചേർന്ന് വെക്കുക. അതായത് നമ്മൾ കപ്പലണ്ടി പൊതിയില്ലേ അതുപോലെ കോണുണ്ടാക്കുക. അപ്പോൾ ഈ മൂലയിൽ ഒട്ടും തന്നെ ഹോള് വരാൻ പാടില്ല. അതായത് അല്ലെങ്കിൽ ഹോള് വന്നു കഴിഞ്ഞാൽ ഉള്ളിലത്തെ ഫില്ലിങ് പുറത്തേക്ക് പോകും. അതുകൊണ്ട് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പിടിക്കണം. എന്നിട്ട് നമുക്കിതങ്ങ് തിരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ശരിക്കും നമ്മൾ കടലാസിൽ ഒരു കോൺ ഉണ്ടാക്കണ പോലെ തന്നെ കേട്ടോ. മനസ്സിലായ? തിരിച്ച് വെക്കുമ്പോൾ നോക്കിയേ, ഈ ഭാഗത്ത് ഒരു കോണായില്ലേ. അപ്പോൾ നമ്മൾ എന്നിട്ട് കയ്യിലെടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളി കൂടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഉള്ളിൽ ഒട്ടും തന്നെ ഹോളില്ല. ശരിക്കും നമ്മളൊരു കുമ്പിൾ റെഡിയാക്കിയിട്ടുണ്ടെന്ന്, കുമ്പിൾ എന്ന് പറയില്ലേ. അപ്പോൾ കടലാസ് കൊണ്ട് ചെയ്യണ പോലെ തന്നെ ശരിക്കും നമ്മുടെ ഈ ഷീറ്റ് വെച്ചിട്ടൊരു കുമ്പിൾ റെഡിയാക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് അതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇതിൽ ഫില്ലിങ് വെക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറായിട്ട് ഫില്ല് ചെയ്യാൻ പാടില്ല. കുറച്ച് ആദ്യം എടുക്കുക, എന്നിട്ട് നമുക്ക് ഉള്ളിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അതായത് ആ മൂലയിലേക്ക് എത്തണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ആ പറ്റത്തോട്ട് അങ്ങ് എത്തിക്കോളും. പിന്നെ നമുക്ക് കുറച്ചും കൂടെ, അതായത് 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1.5 ടീസ്പൂണോ മതിയാവും ഫില്ലിങ്. അല്ലാണ്ട് കൂടുതലാവാൻ പാടില്ല. എന്നിട്ട് ബാക്കിയും കൂടെ നമുക്ക് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഓവറായി കഴിഞ്ഞാൽ നമുക്ക് മടക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ കഴിക്കുമ്പോഴും ചെറിയൊരു സമോസ കഴിക്കുന്ന ടേസ്റ്റ് വലിയ സമോസ കഴിച്ചുണ്ടാവില്ല. അതെനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ എപ്പോഴും മിനി സമോസയാണ് പ്രിഫർ ചെയ്യുന്നത്. സമോസ ഉണ്ടാക്കാൻ നമുക്ക് ഇച്ചിരി സമയം പിടിക്കും, പക്ഷേ ടേസ്റ്റ് വൈസ് ഇങ്ങനെ ഒറ്റ വായിൽ കടിക്കുന്ന പോലത്തെ ഒരു സമോസ. അപ്പോൾ ഇതൊരു മീഡിയം സമോസയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1.5 ടീസ്പൂൺ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഫില്ലിങ് വെച്ചിട്ടുള്ള സംഭവം താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് കറക്റ്റ് ഈ പൊസിഷൻ ഇങ്ങനെ ആവുന്ന രീതിയിൽ അങ്ങോട്ട് മാറ്റാം. എന്നിട്ട് ഇത് ഈ ഭാഗമില്ലേ, ഇത് ഉള്ളിലോട്ട് അങ്ങ് അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ അവിടെ അടച്ച് വെക്കുമ്പോൾ ഇവിടെ അങ്ങ് ക്ലോസ് ആയി, അതായത് ഈ ഭാഗം അങ്ങ് ക്ലോസ് ആയിട്ടുണ്ട്. അതിന് ശേഷം എന്ത് ചെയ്യണം, വീണ്ടും നമുക്ക് ഈ ബാക്കിയുള്ള ഷീറ്റിലെ ബാക്കിയുള്ള ഭാഗം നമുക്ക് കവർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നല്ല ടൈറ്റായിട്ട് അങ്ങ് ചെയ്തോളൂ. തിരിച്ച് വെച്ച് കൊടുക്കുക. ബാക്കിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ വന്നില്ലേ. ഓക്കെ, എന്നിട്ട് നമുക്കതിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പശയില്ലേ, അതായത് നമ്മുടെ മൈദയുടെ കൂട്ട് ഇങ്ങനെ വെച്ച് ഇപ്പുറത്തും കൂടെ തിരിച്ച് വെച്ചോട്ടോ. കാരണം ശരിക്കും ഒട്ടിയിരിക്കണം. അപ്പോൾ ഓവറായിട്ട് നമ്മൾ ഈ ഷീറ്റ് കുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മൈദ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടില്ല. അതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് 10 സെക്കൻഡ് വീതം കുക്ക് ചെയ്യുന്നത്. അതേസമയം കുക്ക് ചെയ്യാണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് തന്നെ അങ്ങ് പൊട്ടിപ്പോവും. ഓക്കെ, അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ 10 സെക്കൻഡ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ക്ലോസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല ഭംഗിയുള്ള സമോസ ശരിക്കും പറഞ്ഞാൽ ഓലപ്പടക്കം പോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ ഓവറായിട്ട് നീളം കൂടുതൽ തോന്നുകയാണെങ്കിൽ കുറച്ച് കട്ട് ചെയ്ത് കളയാട്ടോ. അപ്പോൾ നമ്മൾ മടക്കുമ്പോൾ മനസ്സിലാവും അത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീണ്ടും സംഭവം റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ റെഡി ആയിട്ടാണ്. ഇതുപോലെ തന്നെ എല്ലാം ചെയ്യുക കേട്ടോ. മിനി സമോസ ആണെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. മുഴുവനാക്കിയിട്ടില്ല കേട്ടോ, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. ഇതുപോലെ എല്ലാം ഷേപ്പ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ സമോസ ചെയ്യുമ്പോൾ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യേണ്ട. പ്രോസസ്സ് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ചെയ്താൽ മതി. അതായത് ഫില്ലിംഗ് ഒക്കെ നിങ്ങൾ ഓൾറെഡി തയ്യാറാക്കി വെക്കുക, അതേപോലെ തന്നെ ഷീറ്റ് റെഡിയാക്കി വെക്കുക. അപ്പോൾ പിറ്റേ ദിവസം ചെയ്യണമെങ്കിൽ നമുക്കിങ്ങനെ ഒരുപാട് സമയം പോകുന്ന പോലെ തോന്നില്ല. എല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോൾ ഒരു വലിയൊരു സംഭവമായിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും. പിന്നെ അതേപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത്
സമയത്ത് ഫ്രൈ ചെയ്യണം ആ സമയത്ത് അങ്ങെടുത്ത് ഡയറക്റ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ കുറേ സമയം എടുത്ത് പുറത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡീഫ്രോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. തണുപ്പോട് കൂടി തന്നെ ഓയിലിട്ട് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ സമോസ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കടായിൽ ഓയിൽ എടുക്കുക. ഇതൊന്ന് നന്നായി ചൂടാവട്ടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം നമുക്ക് നമ്മുടെ സമോസ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിലൊന്ന് കൈ വെച്ച് എണ്ണയിൽ കൈ മുക്കരുത്, മുകളിൽ ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. അപ്പോൾ നല്ല ചൂട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ റെഡി ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോന്നായിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഒരുപാട് അങ്ങ് ക്രൗഡഡ് ആയിട്ട് ഇടരുത് കേട്ടോ. ഒരു 4 എണ്ണം വീതം ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു സൈസ് പാൻ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിടാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് പതുക്കെ തിരിച്ച് മറിച്ചിട്ടിട്ട് അങ്ങ് നല്ല ഗോൾഡൻ കളർ ആവുന്ന വരെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ ഇത് ഓൾറെഡി നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള മസാലയാണ് ഉള്ളിൽ ഫില്ല് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ പുറത്തെ അത് മാത്രം കളർ ചേഞ്ച് വന്നാൽ മതി. ഉള്ളിൽ ഓൾറെഡി കുക്ക്ഡ് ആയതുകൊണ്ട് പിന്നെ സമയം അധികം എടുക്കില്ല. അതേസമയം കുക്ക് ചെയ്യാത്ത ഓണിയൻ സമോസയൊക്കെ ആണെന്നുണ്ടെങ്കിൽ സമയം എടുക്കും. ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടേ ഇല്ല കുക്ക് ചെയ്യാത്ത ഓണിയൻ സമോസ. പക്ഷേ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഓണിയൻ സമോസ. അത് സാധാരണ രീതിയിൽ നമ്മൾ കേരള സമോസ പോലെയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം വീഡിയോ ചെയ്യാം, ഈ നോമ്പ് തീരുന്നേക്കാൾ മുൻപായിട്ട്. അത് വളരെ ഈസിയാണ്, വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷെ വലിയ ആൾക്കാർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പിന്നെ ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ ഇടാൻ പാടില്ലേ. ആ പിട്ട വശം തന്നെ സൈഡ് അങ്ങ് ആകെ അങ്ങനെ ബ്രൗൺ ഷെയ്ഡ് വരെ പോലെ വരും. പക്ഷേ ആ ഷീറ്റ് ശരിക്കും കുക്കായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എപ്പോഴും മീഡിയം ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ സമോസ തിരിച്ചും മറിച്ചും നമ്മുടെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം എന്താ ഗോൾഡൻ കളർ വന്നിട്ടുണ്ട്. ഈ ഒരു കളർ ആവണം കേട്ടോ. അപ്പോൾ നമുക്കങ്ങ് കോരി എടുക്കാം. എന്നിട്ട് കിച്ചൺ ടിഷ്യൂ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതിലൊട്ടും എണ്ണ പിടിക്കില്ല. നമ്മൾ ചില കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമോസ കഴിക്കാനേ പറ്റില്ല, കാരണം അത്ര എണ്ണയായിരിക്കും. അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഓയിലിൻ്റെ ചൂട് നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കൽ പോലും നമ്മുടെ ഒരു ഫ്രൈഡ് ഐറ്റത്തിലും ഇതുപോലെ ഓയിൽ പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഇതേപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എല്ലാതും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാമേ. അതെന്താ ചെയ്യുന്നത്? സമോസക്ക് കുഴക്കാണ് ഇവിടെ. കുറച്ച് എവിടെ ഏതറ്റം വരെ എത്തുന്നു? സോഫ്റ്റ് ആയോ? തൊട്ട് നോക്കട്ടെ. എനിക്കിപ്പോ ആൾക്കാർ എത്ര പേരാന്നറിയാം എന്നെ സഹായിക്കാൻ. ചപ്പാത്തി മാവ് കുഴക്കാൻ, സമോസ മാവ് കുഴക്കാൻ. എങ്ങനെയുണ്ടാത്തു? നൈസ് എക്സ്പീരിയൻസ്. Yeah, but it gets tired, so I use one hand and then one hand and then one. മതി, കുറെ നേരമായി ഇപ്പോ. 5-10 മിനിറ്റ് ആയിപ്പോ. മതി. ഇനി നമുക്ക് പാത്രത്തിൽ അടച്ചു വെക്കാം. നമ്മൾ ടെക്നിക്കൊക്കെ അത് പഠിച്ചൂല്ലേ? ഭയങ്കര എക്സ്പെർട്ട് ആവൂലെ ഇനി കുറച്ച് കഴിയുമ്പോ? എന്തെങ്കിലും ചെയ്യട്ടെ, അത് സോഫ്റ്റ് ആയി മതി. നമുക്കതാണ് ലക്ഷ്യം. അത് നമ്മുടെ പൊറോട്ട അടിക്കുന്ന ആ തുരിഞ്ഞ് പൊറോട്ട അടിക്കുക താഴെ ഇടരുത് അവസാനം പറഞ്ഞിട്ടാ. അത് മാത്രമേ എനിക്ക് നിന്റെ അടുത്ത് അഭ്യർത്ഥനയുള്ളേ. അത് മാത്രം പറയാനുള്ളൂ കുട്ടി. മതി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി അടച്ചു വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടൊന്നും പോലെ ഇവിടെ മതി. ഓഫ് ചെയ്യും. ഹലോ, പാത്രത്തിൽ this making softer machine. I will make it till it's soft. Then I can do this. നല്ല കുഴി വരുന്നുണ്ട്. Till I can do that. മതി. ഇനി ഓവറായാലേ ശരിയാവില്ല. ഇതിന്റെ ഉള്ളിൽ വെക്കി, അതിൽ അടച്ചു വെക്കുന്നത്. ആ പാത്രത്തിന്റെ കുറച്ച് പാത്രങ്ങൾ അതിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റെഡിയാക്കിയിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.